ലൈഫ് ഈസ് നോട്ട് പെർഫെക്റ്റ് ബട്ട് യുവർ ബ്യൂട്ടി ക്യാൻ ബി. നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് സാഫല്യതയേകുവാൻ ഫോമ യൂണിസെക്സ് സലൂൺ ആൻഡ് മേക്കപ്പ് സ്റ്റുഡിയോ, മോളയിൽ ആർക്കേഡ്, കോലഞ്ചേരി റോഡ്, മൂവാറ്റുപുഴ. കൊച്ചി ധനുഷ്കോടി NH-85 നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ MP ഡീൻ കുര്യാക്കോസിന്റെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. രുചിയൂറും രസക്കൂട്ടുകൾ സമ്മാനിച്ച് മൂവാറ്റുപുഴയിൽ വെൽവെറ്റ് ഫ്രോസ്റ്റ്. വെൽവെറ്റ് ഫ്രോസ്റ്റ് ചാലിക്കടവ് ബൈപ്പാസ് റോഡ്, KM ആർക്കേഡ്, മൂവാറ്റുപുഴ. NH-85 പുറമ്പോക്ക് ഭൂമി പൂർണ്ണമായും ഏറ്റെടുത്തുകൊണ്ടുള്ള നിർമ്മാണ പ്രവൃത്തികൾ മാത്രമേ അംഗീകരിക്കൂ എന്ന് ഡീൻ കുര്യാക്കോസ് MP. കൊച്ചി ധനുഷ്കോടി NH-85 നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പുരോഗതികൾ വിലയിരുത്തുവാനുള്ള യോഗത്തിലാണ് MP ഡീൻ കുര്യാക്കോസ് അറിയിച്ചത്. നിലവിൽ 10 മീറ്റർ വീതിയുള്ള സ്ഥലങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാമെന്ന് യോഗത്തിൽ ധാരണയായി. 10 മീറ്റർ വീതി ലഭ്യമല്ലാത്ത സ്ഥലങ്ങളിൽ പുറമ്പോക്ക് ഭൂമി സർവേ നടപടികൾ വഴി അളന്ന് തിട്ടപ്പെടുത്തി ഏറ്റെടുത്തതിനു ശേഷം മാത്രമേ ഏതു തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താവൂ എന്നും ഉദ്യോഗസ്ഥരോട് MP നിർദ്ദേശിച്ചു. സർവേയർമാരുടെ ലഭ്യത കുറവാണ് ഭൂമി ഏറ്റെടുക്കുന്നതിൽ കാലതാമസം വരുന്നത് എന്നുള്ളത് യോഗത്തിൽ പങ്കെടുത്ത വിവിധ മേഖലകളിലെ പഞ്ചായത്ത് അംഗങ്ങൾ, കൌൺസിലർമാർ തുടങ്ങിയവർ ചൂണ്ടിക്കാണിച്ചു. ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി അടിയന്തരമായി മന്ത്രിതല യോഗം വിളിച്ചുകൂട്ടുമെന്നും നാഷണൽ ഹൈവേയുടെ വികസനത്തിനു വേണ്ടി മാത്രം സർവേയർമാരുടെ ഒരു ടീം രൂപീകരിക്കുമെന്നും യോഗത്തിൽ MP അറിയിച്ചു. ഉയർന്നു വന്ന ആശങ്കകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് ആവശ്യത്തിനുള്ള വീതി ക്രമപ്പെടുത്താൻ ഈ പദ്ധതിയിൽ പറ്റുന്നുണ്ടോ എന്നുള്ളതായി. നിലവിൽ NHAയുടെ ഈ വികസന പ്രവർത്തനത്തിൽ 10 മീറ്റർ വരെയാണ് മാക്സിമം നമുക്ക് ഇംപ്രൂവ്മെന്റ് വരുത്താൻ സാധിക്കുന്നത്. അത് നിലവിലുള്ള അലൈൻമെന്റിൽ എവിടെയെല്ലാം 10 മീറ്റർ ഉണ്ടോ ആ 10 മീറ്റർ കരാർ ഉടമ്പടിയിൽ വെച്ചിട്ടുള്ളതുമാണ്. ശേഷിക്കുന്ന ഭാഗങ്ങളിൽ പുറമ്പോക്ക് ഭൂമി ഐഡന്റിഫൈ ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ 10 മീറ്ററിലേക്കെങ്കിലും എല്ലായിടത്തും നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയൂ. അപ്പോ ആ ഒരു തരത്തിലേക്ക് ഈ വർക്കിനെ കൊണ്ടുപോകാൻ, ഈ ഡെവലപ്മെന്റ് പദ്ധതി, വികസന പദ്ധതിയെ കൊണ്ടുപോകുന്നതിന് വേണ്ടി എല്ലാവരുടെയും സഹകരണം ആവശ്യമായിട്ടുണ്ട്. 10 മീറ്ററിലധികം വീതി ഉറപ്പുവന്നിട്ടുള്ള പ്രദേശങ്ങളിൽ റോഡ് വർക്ക് കണ്ടിന്യൂ ചെയ്യുന്നതിന് വേണ്ടി, അഥവാ ഡ്രെയിനേജ് വർക്ക് കണ്ടിന്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമാണ് ഇന്നത്തെ യോഗത്തിൽ കൈക്കൊണ്ടിട്ടുള്ളത്. ശേഷിക്കുന്ന മേഖലകളിൽ എത്രയും പെട്ടെന്ന് സർവേ നടപടികൾ പൂർത്തീകരിച്ച് പുറമ്പോക്ക് ഭൂമി ഐഡന്റിഫൈ ചെയ്താൽ ആ പ്രദേശങ്ങളിലെ ലാൻഡ് റോഡ് വർക്കിന് വേണ്ടി പര്യാപ്തമാക്കിയാൽ ആ പ്രദേശങ്ങളിൽ നമുക്ക് റോഡ് വർക്ക് ആരംഭിക്കാൻ പറ്റും എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ തീരുമാനിച്ചത്. 2021 ജൂൺ മാസം എഗ്രിമെന്റിൽ ഒപ്പിട്ടിട്ടുള്ളതാണെന്നും എഗ്രിമെന്റ് വ്യവസ്ഥ പ്രകാരം 10% നിർമ്മാണ പ്രവൃത്തികൾ നടത്തേണ്ട സമയമായിട്ടുണ്ടെന്നും എന്നാൽ ഭൂമി ഏറ്റെടുത്ത് നൽകുന്നതിനുള്ള കാലതാമസം നിർമ്മാണ പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കുന്നുവെന്നും കരാറുകാർ യോഗത്തിൽ ചൂണ്ടിക്കാണിച്ചു. ഇപ്രകാരം കരാർ ലംഘനമായി കഴിഞ്ഞാൽ അതിഭീകരമായ നഷ്ടപരിഹാരം സർക്കാരിലേക്ക് കൊടുക്കേണ്ടതാണെന്നും അവർ ചൂണ്ടിക്കാണിച്ചു. ഡ്രൈനേജ് നിർമ്മാണത്തിലുള്ള അപാകതകൾ യോഗം വിലയിരുത്തുകയും എന്നാൽ ഇപ്പോൾ നിർമ്മിക്കുന്ന ഡ്രൈനേജ് ഹെവി ലോഡ് താങ്ങാനുള്ള കപ്പാസിറ്റി ഉള്ളതാണെന്നും ഭാരവാഹനങ്ങൾ റോഡിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഡ്രെയിനിന് മുകളിൽ കൂടി പോകുന്നതിന് ഉപയുക്തമായ രീതിയിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്നും പ്രൊജക്ട് ഡയറക്ടർ പ്രദീപ് യോഗത്തിൽ അറിയിച്ചു. മുഴുവൻ പുറമ്പോക്ക് ഭൂമിയും ഏറ്റെടുത്ത് പരമാവധി വീതിയിൽ റോഡ് നിർമ്മിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്ര ഉപരിതല വകുപ്പ് മന്ത്രിക്ക് കത്ത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ മാസവും ഈ പദ്ധതിയുടെ റിവ്യൂ മീറ്റിംഗ് നടത്തുന്നുണ്ടെന്നും ഈ മാസം ഇത് 2ാമത്തെ റിവ്യൂ മീറ്റിംഗ് ആണെന്നും അടുത്ത മാസം 20-ാം തീയതിക്ക് മുമ്പായി സർവേ നടപടിയുടെ വിശദാംശങ്ങൾ സർവേയർമാർ അറിയിക്കണമെന്നും MP യോഗത്തിൽ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ഇപ്പോൾ വളരെ സമയബന്ധിതമായി തന്നെ കാര്യങ്ങൾ ക്രമപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. കരാർ കമ്പനി ഇപ്പോൾ കരാർ ലഭിച്ചതിന് ശേഷം തന്നെ നാളുകൾ മുന്നോട്ട് പോയതുകൊണ്ട് സർവേ നടപടികൾ പുരോഗമിക്കാത്തതുകൊണ്ടും ഒക്കെ തന്നെ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ വെച്ചുകൊണ്ടാണ് വളരെ പെട്ടെന്ന് തന്നെ നിർമ്മാണങ്ങൾ ആരംഭിക്കണം എന്നുള്ള ഒരു നിലയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. സർവേയർമാരെ ആവശ്യത്തിന് ലഭിക്കുന്നില്ല എന്നുള്ള പരാതിയാണ് എല്ലാവരും പങ്കുവച്ചിട്ടുള്ളത്. അപ്പോൾ ഉടനെ തന്നെ സർക്കാരുമായി ബന്ധപ്പെട്ട്, ഇതിനു മുമ്പ് നമ്മൾ ചർച്ച നടത്തിയിരുന്നത് ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ടും സർവേ ഡയറക്ടറുമായി ബന്ധപ്പെട്ടാണ്. പക്ഷേ ഒരു പൂർണ്ണമായ ഒരു പരിഹാരത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ സർക്കാരുമായി ബന്ധപ്പെട്ട് മന്ത്രിതലത്തിലുള്ള ചർച്ചയിലൂടെ സർവേയർമാരുടെ ലഭ്യത ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നമ്മളിവിടെ നടത്താൻ പോകുന്നത്, ഇനിയുള്ള ദിവസങ്ങളിൽ നടത്താൻ പോകുന്നത്. വാളകം പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോ കെ ചെറിയാൻ, കവളങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് സിബി മാത്യു, വിവിധ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, RDO, മൂവാറ്റുപുഴ, കോതമംഗലം മുനിസിപ്പാലിറ്റി കൌൺസിലർമാർ, തഹസിൽദാർ, സർവേയർമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ TV. 3 ആറുകളുടെ സംഗമഭൂമിയിൽ രുചിയുടെ നിറക്കൂട്ടുകൾ സമ്മാനിച്ച് ചാലിക്കടവ് ബൈപ്പാസ് റോഡിൽ വെൽവെറ്റ് ഫ്രോസ്റ്റ്.
നാവിന് രുചിയൂർന്ന ഹോട്ട് ആൻഡ് ക്രഞ്ചി ചിക്കൻ, കണ്ണൂർ കോക്ടെയിൽ, ബർഗർ, സാൻഡ്വിച്ചസ്, ഫലൂഡാസ്, വിവിധ ഫ്ലേവറുകളിൽ ഷേക്കുകൾ, വിവിധ പഴവർഗ്ഗങ്ങളുടെ ജ്യൂസുകൾ. കുടുംബത്തോടൊപ്പം വരൂ, സന്തുഷ്ടരായി മടങ്ങൂ. വെൽവെറ്റ് ഫ്രോസ്റ്റ്, ചാലിക്കടവ് ബൈപ്പാസ് റോഡ്, KM ആർക്കേഡ്, മൂവാറ്റുപുഴ. നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ചാരുത പകരുവാനും ആഘോഷവേളകളിൽ അണിഞ്ഞൊരുങ്ങുവാനും ഫോമ യൂണിസെക്സ് സലൂൺ ആൻഡ് മേക്കപ്പ് സ്റ്റുഡിയോ, മൂവാറ്റുപുഴ. ഓൾ കൈൻഡ്സ് ഓഫ് ജെന്റ്സ്, ലേഡീസ് ആൻഡ് കിഡ്സ് അഡ്വാൻസ്ഡ് ഹെയർ ട്രീറ്റ്മെന്റ്, ഹെയർ ബോട്ടെക്സ് ട്രീറ്റ്മെന്റ്, ഹെയർ സ്മൂത്തനിങ്, റോയൽ ഷേവ്, പ്രീമിയം ക്ലീനപ്പ്, ഗാൽവനിക് ഫേഷ്യലിംഗ്, ആന്റി ഡാൻഡ്രഫ് ട്രീറ്റ്മെന്റ് യൂസിംഗ് ഹൈ ഫ്രീക്വൻസി, ഹെയർ സെറ്റിംഗ് വിത്ത് ഹെയർ ഓളിയം പൗഡർ, ഹെയർ കളറിംഗ്, ബാലിയേജ് ഓംബ്രെ, ബേസിക് മേക്കപ്പ് ആൻഡ് HD മേക്കപ്പ്. ഫോമ യൂണിസെക്സ് സലൂൺ ആൻഡ് മേക്കപ്പ് സ്റ്റുഡിയോ, ഫസ്റ്റ് ഫ്ലോർ, മോളയിൽ ആർക്കേഡ്, കോലഞ്ചേരി റോഡ്, മൂവാറ്റുപുഴ. നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾ ഇനി ഫോമയിലൂടെ.